ഇന്ന് 18-ാം തീയതി ഇന്നാണ് നമ്മുടെ ദിലീപും ലാലേട്ടനും കൂടെ അഭിനയിച്ച റിലീസ് ആകാൻ പോകുന്നത്. ഈ സാധനം കണ്ടിട്ട് കുറെ പേര് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഫെമിനിസം ചിന്താഗതിയോടെ നിൽക്കുന്ന കുറെ ആളുകളുടെ അടുത്തിട്ട് പോയിട്ട് നിങ്ങൾ പെടം കാണുമോ? ഇല്ല, ദിലീപിന്റെ പെടം ഞങ്ങൾ കാണില്ല, ദിലീപിനെ ഞങ്ങൾക്ക് വേണ്ട എന്നൊരു മറുപടി വരുന്ന സാധനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ സിനിമ കാണില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടിക്കറ്റുകളൊക്കെ എല്ലായിടത്തും ഫില്ലായി വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഹൈപ്പ് വരുവാണെങ്കിൽ ഒന്ന് കൊടുത്തേക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പെട്ടാന്ന് ചാമ്പി കേട്ടോ. കൂടുതലായിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന സാധനം ദിലീപിന്റെ പടം റിലീസാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് അത് ദിലീപ് മാത്രമല്ല സിനിമയിൽ, വൺ മാൻ ഷോ അല്ല. പുള്ളിക്കാരൻ സന്തോഷ് പണ്ഡിറ്റ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഡയറക്ഷൻ, സിംഗർ, ഡാൻസർ, ആക്ടർ, ഫൈറ്റർ, സ്ക്രീന്, എഡിറ്റിങ് എല്ലാം പുള്ളി അല്ല ചെയ്തിരിക്കുന്നത്. പുള്ളി ആ സിനിമയിലെ ഒരു ഭാഗം മാത്രമാണ്. സിനിമ എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസറിന്റെയും അത് ഡയറക്ടറിന്റെ ഒക്കെയാണ് സാധനം. ആ സാധനം ഓടിയാൽ ലാഭം പോകുന്നത് പ്രൊഡ്യൂസറിനും, നഷ്ടം പോകുന്നതും പ്രൊഡ്യൂസറിന് തന്നെയാണ്. അപ്പൊ ഒരു സിനിമ എൻ്റെ ഒരു അറിവ് പ്രകാരം ഒരു സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ അഭിനയിച്ചിരിക്കുന്ന ഏത് തെണ്ടിയാണെന്നുണ്ടെങ്കിലും പണം കൂടും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ. അല്ലാതെ ഒരു പടം ചീത്തയാണ്, ഇവൻ മറ്റവനാണ് അതുകൊണ്ട് ഓടത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, കുറച്ച് ആളുകൾക്കെങ്കിലും വിവരവും ബോധമൊക്കെ ഉണ്ട്. സിനിമയായിട്ട് കാണാനും അല്ലാതെ കാണാനുമുള്ള ഇത് നമുക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ഈ ദിലീപിന്റെ ഒരു പടം പ്ലേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി അങ്ങ് കത്തി കയറുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ ഓണൊക്കെ വെച്ചിട്ട് കത്തി കയറുന്നുണ്ടായിരുന്നു. ഇവന്റെ പടം കാണാൻ പറ്റില്ല. അതേ ചേച്ചി വേടന്റെ കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഈ ചേച്ചിമാരെല്ലാം ദിലീപിനെ എതിർക്കുന്നു. ഇതേപോലത്തെ തന്നെ തെറ്റ് ചെയ്ത വേടനെ ഇവരെല്ലാം അനുകൂലിക്കുന്നു. ഇപ്പോ ഒരു കോടതി വിധി വന്നു. ആ കോടതി വിധിക്കകത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. ദിലീപിനെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും നിരത്താൻ ഇവർക്ക് സാധിച്ചില്ല. പക്ഷെ കോടതി അവനെ വെറുതെ വിട്ടു. നമുക്കറിയാലോ അവനെ തെറ്റ് ചെയ്തു. അതെന്തൊരു ന്യായമാണ്? നിങ്ങളപ്പോ കോടതിയെ വിശ്വസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പുള്ളിയാണ് തെറ്റ് ചെയ്തതെന്നുള്ള തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ തെളിവുകൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരൂ. നമ്മുടെ കയ്യിലും തെളിവില്ല, അവർക്കും തെളിവ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നറിയാതെ കോടതിക്ക് പിടിച്ച് ശിക്ഷിക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ തെളിവുകൾ സഹിതം ഇതാക്കാതെ കോടതിക്ക് പിടിച്ച് ശിക്ഷിക്കാനും പറ്റത്തില്ല. പക്ഷെ അവനെ കോടതി വെറുതെ വിട്ട്. അതെന്തൊരു സെറ്റപ്പ്! നിങ്ങൾക്കിപ്പോ കോടതി വിഷയത്തില് ഇപ്പൊ മൊത്തം ഇവിടെ സ്വന്തം കോടതികളാണല്ലോ. ഈ ഒരു വിഷയത്തില് ഭാഗ്യലക്ഷ്മി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കേട്ടിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. അയ്യോ, സൗണ്ട് ഇല്ല, സോറി. എന്താണ് ഇത് കണ്ടാലും വർക്കാവുന്നുണ്ട്. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് ഇപ്പൊ മോഹൻലാലാണ് തെറ്റുകാരൻ. മോഹൻലാലിലൂടെ അഭിനയിച്ച ഭാഗമായിട്ടുള്ള ഒരു പടത്തിന്റെ പോസ്റ്റർ മോഹൻലാൽ ഷെയർ ചെയ്തിരിക്കുന്നു. ഈ ദിലീപ് അറസ്റ്റ് ആകുന്ന രാമലീല പടം ഉണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പേ. ആ സിനിമയിൽ ദിലീപിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ആൾക്ക് ഡബ് ചെയ്തത് ഈ ഭാഗ്യലക്ഷ്മിയാണ്. അത് എപ്പോഴാണ്? ഈ ഒരു അലിഗേഷൻ ഒക്കെ വന്നതിന് ശേഷം. അപ്പം നമുക്ക് എത്തിക്സ് ഇല്ല. നമ്മൾ ആ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, നമുക്ക് കാശ് കിട്ടും, നമുക്ക് അഭിനയിക്കാം. ഇപ്പോഴാണ് പുള്ളിക്കാരിക്കൊക്കെ പ്രശ്നമായിട്ടുള്ളത്. ബേസിക്കലി ദിലീപ് കോടതിയിൽ പോയിട്ട് ആ കോടതിയിൽ പുള്ളിക്കാരൻ കുറ്റവിമുക്തനാണെന്ന് തെളിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന് വീണ്ടും പണ്ട് കിട്ടിയ പോലെ സിനിമകളും സ്ഥാനമാനങ്ങളും കിട്ടുമ്പോഴത്തേനും ഇല്ല, ഞാൻ രാജിക്കത്ത് കൊടുത്തു പോയി. അപ്പൊ ഇവര് പറയുന്നത് ആ കോടതിയിലെ വിധി ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇനി മേൽക്കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതി പോട്ടെ, ഹൈക്കോടതിയിൽ അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി പോട്ടെ, സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ലോക കോടതി പോട്ടെ, ഇനി ദൈവം ഇറങ്ങി വന്നിട്ട് വിധിക്കട്ടെ, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം അവൻ തെറ്റുകാരനല്ലെന്ന്. അവൻ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. കോടതി ഇപ്പോ ഈ പൾസർ സുനി എന്ന് പറയുന്ന 6 തെറ്റുകാരനാണെന്ന് കോടതി തെളിയിച്ചു. പക്ഷേ കോടതി വിധിച്ചു. അതിനകത്ത് അവന് കൊടുക്കേണ്ട കറക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അവൻ ഇനി ഞാൻ നാളുകൾ കൂടെ കടന്നു കഴിഞ്ഞാൽ, വർഷങ്ങൾ കൂടെ കടന്നു കഴിഞ്ഞാൽ അവൻ ഇറങ്ങാം. അങ്ങനെയല്ലായിരുന്നു, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവന് കൊടുത്ത ശിക്ഷയുടെ ഇളവിന്റെ കാരണം അവൻ ചെറുപ്പക്കാരനാണ്, അവന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ഭാര്യയും മക്കളും ഉള്ള ചെറുപ്പക്കാരനായ ആളുകൾക്കെല്ലാം പോയി ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ പിടിച്ച് ചെയ്യാവുന്നതാണ് കോടതി കൊടുക്കുന്നൊരു മാർഗനിർദ്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് തെറ്റായിട്ട് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഈ ദിലീപ് എന്ന് പറയുന്നത് 7-ാമത്തെയോ 8-ാമത്തെയോ പ്രതിയാണ്. അയാൾക്കെതിരെ ഇങ്ങനൊരു തെറ്റ് പ്രൂവ് ചെയ്യാൻ കോടതിക്ക് പറ്റിയിട്ടില്ല. ഇത് പുള്ളിക്കാരനെതിരെ വന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗൂഢാലോചനയാണ്.
ഗൂഢാലോചന തെളിയിക്കാൻ ഭയങ്കര പാടാണ്. ഞാനും നിങ്ങളും കൂടെ ഒരു റൂമിലിരുന്ന് നമുക്ക് അവനെ അങ്ങ് ചാമ്പിക്കളയാം കേട്ടോ എന്ന് സംസാരിക്കുന്ന സാധനം എങ്ങനെ തെളിയിക്കാൻ പറ്റും? എന്ത് അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റും? ഒന്നുകിൽ എൻ്റെ വീഡിയോ റെക്കോർഡിങ്ങോ കോൾസോ പ്രൂഫോ എന്തെങ്കിലും വേണം. ഇത് നിങ്ങൾ ശരിക്കും ബ്ലെയിം ചെയ്യേണ്ടത് അത് അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ്. പുള്ളിക്കാണ് തെളിയിക്കാൻ പറ്റാതെ പോയത്. അയാളുടെ സൈഡിൽ നിന്ന് പിഴവുകൾ കൊണ്ടാണ് ഇപ്പൊ ദിലീപ് നിങ്ങൾ പറയുന്നത് തെറ്റുകാരനാണെങ്കിൽ രക്ഷപ്പെട്ടത്, തെറ്റുകാരനാണെങ്കിൽ രക്ഷപ്പെട്ടത്, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോയത്. അപ്പൊ നമ്മൾ അദ്ദേഹത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലാതെ ദിലീപിലേക്കല്ല. ഈ സാധനം ഒന്നും കോടതിയിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള തെളിവുകൾ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ വിധിപ്പകർപ്പ് വന്നിട്ടുണ്ട്. അത് ഞാൻ വായിച്ചൊന്നുമില്ല, പല വായിച്ച ആൾക്കാരും പറയുന്ന സാധനങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൊട്ടത്തരങ്ങളാണ് അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ബാക്കി വെക്കാം. നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹവും നോക്കൂ. മുൻപ് ഒരു 50% ആളുകളെ എങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വിധി വന്നതോടുകൂടിയാണ് കുറെ കൂടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായത് ഇദ്ദേഹം തന്നെയാണ് അത് കൊട്ടേഷൻ കൊടുത്തത്. കാരണം അതെ, കോടതി അയാളെ തെറ്റുകാരനല്ല എന്ന് വിധിച്ചപ്പോഴത്തേനും ഫുൾ ആൾക്കാർക്ക് മനസ്സിലായി അവൻ തന്നെ തെറ്റുകാരൻ. കാരണം കോടതി അവനെ വെറുതെ വിട്ടു. ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്തെന്നറിയോ, നിങ്ങള് ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഹോളോ വാടകയ്ക്ക് എടുക്കുക, സ്വന്തമായിട്ടൊരു കോടതി അങ്ങോട്ട് തുടങ്ങുക. വന്നു ഇവൻ പുരുഷൻ, ഇത് സ്ത്രീ, പുരുഷൻ തെറ്റുകാരൻ, പോടാകത്തോട്ട് അടുത്ത ആൾ വന്നു, ഇവൻ പുരുഷൻ, ഇവൻ സ്ത്രീ, ഇവള് ശരിയാ, അവനെ പിടിച്ചോണ്ട് പോകത്ത് എന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങ് വിധിക്കി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ തെളിവും അല്ലെങ്കിൽ കോടതിയിൽ ജഡ്ജും ഈ വക്കീലന്മാർ ഇതൊന്നും വേണ്ട. അതെല്ലാം ഫൂളിഷ്നെസ് ആണെന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി വിധി വന്നതിനെ നമ്മൾ മാനിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവര് പറയുന്നത് ഇത് കീഴ്ക്കോടതിയിലല്ലേ ഒന്നേ, മേൽക്കോടതി പോട്ടെ, അത് കഴിഞ്ഞ് അതിന്റെ മേളത്തെ കോടതി പോട്ടെ. ഏത് കോടതിയിൽ പോയാലും അയാൾ ഇപ്പൊ നിലവിൽ തെറ്റുകാരനല്ല എന്ന് വിധിച്ച സമയത്ത് നമ്മൾ ആ നിയമത്തെ മാനിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല അവൻ തെറ്റുകാരനാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരൂ. ഇപ്പൊ ഞാൻ പറയാം, ഇയാള് തെറ്റുകാരനല്ല, ദിലീപ് തെറ്റുകാരനല്ല എന്ന് കോടതി വിധിക്കുന്നു, അല്ലെങ്കിൽ ദിലീപിനെതിരെ തെളിവുകളില്ല, തെറ്റുകാരനാന്ന് പറയണ്ട, ദിലീപിനെതിരെ തെളിവുകളില്ല എന്നുള്ള ഇതിലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ഇല്ല, ദിലീപ് തെറ്റുകാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദിലീപ് ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഈ അതിജീവിതക്കെതിരെ ഇത്തരത്തിലുള്ള പ്ലാനിങ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെതിരെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിനകത്ത് നിങ്ങളൊരു ഭാഗമായിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇയാൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നും ഇയാൾ ഇതിന്റെ ഭാഗമായിട്ടില്ലേ എന്നും നമുക്കറിയില്ല. നമുക്കിത് കോടതി മുറിയിൽ നടന്ന വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒടുവിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു നിഗമനത്തിൽ കോടതി പറയുന്ന വെച്ചിട്ട് നമുക്ക് എത്താൻ പറ്റൂ. ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ടതൊന്നും ദിലീപ് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ CCTV കൂടെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവര് ഒന്ന് ഉറപ്പിക്കുകയാണില്ല ദിലീപ് തന്നെ. ഇപ്പൊ ദിലീപ് ആണെങ്കിൽ പോലും അതിന് വ്യക്തമായ തെളിവുകൾ വെക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി എത്ര കടന്ന് പ്രതികരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് പൾസർ സുനിയും മാർട്ടിൻ, അവൻ അതിനേലും വലിയ കള്ളൻ, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. ഈ ഒരു പ്രവൃത്തിയിൽ ഗൂഢാലോചന ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലൊരു സംഭവം ഉണ്ടെങ്കിൽ അത് ശരിയായ തെളിവുകളോട് അവനെ പൂട്ടണം. ഇതിപ്പോ ദിലീപ് ആണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും, ഇപ്പൊ ദിലീപിനെ കൊടുക്കാനായിട്ട് ആരോ ചെയ്തു എന്നാണ് ദിലീപ് പറയുന്നത്, ദിലീപ് ആ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത്. ആരാണെങ്കിലും അത് വ്യക്തമായ തെളിവുകളോടെ പൂട്ടണം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പൾസർ സുനി ഒരു പക്ഷേ അവന് സ്വന്തമായിട്ട് തോന്നി ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തായിരിക്കാം. എന്താണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം തെളിയണം. അല്ലാതെ എനിക്ക് ദിലീപിനെ ഇഷ്ടമല്ല, എനിക്കപ്പോഴേ അറിയാം ദിലീപാണെന്നുള്ളത്, ദിലീപ് കൊടുക്കണം എന്നൊരു അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ നമ്മുടെ കോടതി വിധിച്ച വിധിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കേൾക്കാം. പറയാൻ കാരണം എന്താ, സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിന്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. ആ നടി ഒരിക്കലും ആ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നടിമാരൊന്നും തെറ്റിയതില്ല കേട്ടോ, നടന്മാരെ തെറ്റിയതുള്ളൂ. 1 വീതം 3 നേരം ഇതുങ്ങളെല്ലാം കയറി ദിലീപ് എന്ന് പറയുന്നത് തെറ്റില്ല. തിരിച്ച് ദിലീപ് ഒന്ന് നടിയുടെ പേര് പറഞ്ഞു, അത് ശരിയല്ല. അതെങ്ങനെ നടിയുടെ പേര് പറയാൻ പറ്റും? പക്ഷെ ലവന്റെ പേര് നമുക്ക് പറയാം. അതെന്തൊരു പരിപാടി. നിങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഈ പുരുഷ കമ്മീഷനൊക്കെ പൊങ്ങി വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് മാത്രം എന്തും ആകാവുന്നൊരു സെറ്റപ്പിലേക്കാണ് നിങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. അയാൾ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് പല നടിമാരോടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞു. പൾസർ സുനി
ആ വ്യക്തി ഇനി ഇറങ്ങിയാലും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് എന്നൊരു എനിക്ക് തോന്നുന്നു ആ ഒരു ബോധം എന്തുകൊണ്ട് കോടതിക്ക് വന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് കറക്റ്റ് കേട്ടോ അവർ പറയുന്നത്, അത് കറക്റ്റാണ്. ലവനൊരു തണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അവന് കൊടുത്ത ശിക്ഷ വളരെ കുറഞ്ഞു പോയി. അവൻ ഇനി തിരിച്ചിറങ്ങി വരുമ്പോഴത്തേനും മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ വീണ്ടും ചെറ്റായിട്ട് വരും. കാരണം അവന്റെ റീലുകളൊക്കെ ഇപ്പൊ വരുന്നത് തന്നെ ഞാൻ മാസ്റ്ററാ സൂപ്പർടാ കിടിലണ്ടാന്ന് പറഞ്ഞിട്ടാണ് അവന്റെ റീലുകളൊക്കെ വരുന്നത്. സോ അവനെ കുറഞ്ഞ പക്ഷം ഒരു ജീവപര്യന്തെങ്കിലും വിധിക്കായിരുന്നു. ഒരു ഭയം, ആ ഭയം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പോ അങ്ങനെ ഒരു വിധി പറയാൻ സാധിക്കും. പക്ഷെ നമ്മളെ പോലുള്ള സ്ത്രീകൾക്ക് അത് പറ്റില്ല. നമുക്കെല്ലാം തന്നെ ഭയമാണ്. ഇനിയും ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനകത്തെ സംഭവം എന്ന് പറഞ്ഞോ, ഫെമിനിസം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന കുറെ ടീമുകളുണ്ട്. ഇവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്ത് ചെയ്താലും തെറ്റ്, സ്ത്രീ എന്ത് ചെയ്താലും ശരി. അതേപോലെ തന്നെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളുണ്ട്. അവരുടെ ഒരു കൺസെപ്റ്റ് സെയിം തന്നെയാണ്. സ്ത്രീ എന്ത് ചെയ്താലും തെറ്റ്, പുരുഷൻ എന്ത് ചെയ്താലും ശരി. അങ്ങനെ ഒരു സംഭവത്തിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്നും പറയാൻ പറ്റണം, ഒരാൾ ചെയ്തത് ശരിയാണെങ്കിൽ ശരിയെന്നും പറയാൻ പറ്റണം. നമ്മൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ നമ്മൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇതിനകത്ത് മറ്റേ എന്തോ ഒരു അറക്കല അവരും വന്ന് പറഞ്ഞു കേട്ടു ദിലീപിനെ പോലുള്ളവരെ കൊടുക്കണം. ഈ ദിലീപ് ആ തെറ്റെന്ന് നിങ്ങൾ തെളിയിക്കൂ, നിങ്ങൾ അതിനുള്ള തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരൂ. അല്ലാതെ ചുമ്മാ വന്ന് കുറെ അലിഗേഷൻ പറഞ്ഞ് അയാളെ ഡിഫെയിം ചെയ്യുന്നത് യാതൊരു കാര്യമില്ല. കോടതി ഒരു കാര്യം വിധിച്ചു, നിങ്ങളിപ്പോൾ കോടതിക്കെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇതിനെക്കാട്ടിലൊക്കെ വലിയ വള്ളിക്കെട്ടാകുമെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മേൽക്കോടതി പോയിട്ട് വീണ്ടും ഈ സാധനമൊക്കെ വാദിച്ച് നിങ്ങൾ തെളിയിക്കുക. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കോടതി തുടങ്ങി നിങ്ങളങ്ങ് വിധിച്ച് നിങ്ങളങ്ങ് വലിയ പുള്ളികളാകുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ പടം കാണുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും കാണാം. എനിക്കതൊരു സിനിമയാണ്, പല ആൾക്കാരുടെയും വർക്കുള്ളൊരു സിനിമയാണത്. അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി കാണും. അപ്പോൾ മറ്റൊരു വീട്ടിൽ വന്നേ.